ഇന്റർനാഷണൽ ബ്രേക്ക് തുടങ്ങി കഴിഞ്ഞു. AFC കപ്പിൽ ഇന്ത്യയുടെ സാധ്യതകളൊക്കെ അസ്തമിച്ചു കഴിഞ്ഞു. ഏതായാലും വെൽക്കം ബാക്ക് ടു എക്സ്ട്രാ ടൈം. ആദ്യം നമുക്ക് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കുന്ന ടോപ്പ് കിക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ടോപ്പ് കിക്കിൽ ആദ്യത്തെ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ AFC കപ്പിൽ ഇന്ത്യൻ ക്ലബ്ബുകളുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഒഡീഷയാണ് അടുത്ത റൗണ്ടിലേക്ക് അല്ലെങ്കിൽ നോക്കൗട്ട് ഫേസിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ടായിരുന്നത്. സെൻട്രൽ കോസ്റ്റ് മറൈനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓസ്ട്രേലിയൻ ക്ലബിനെതിരെയായിരുന്നു അവർ കളിച്ചത്. ഇപ്പം ആദ്യ മത്സരത്തിൽ എവേ പോയി 4-0 തോറ്റിരുന്നു. സെക്കൻഡ് ലെഗിലേക്ക് വരുമ്പോൾ ഒരു 0-0 ഡ്രോ, അങ്ങനെ അഗ്രിഗേറ്റിൽ 4-0 ആയിട്ട് ഒഡീഷ FC പുറത്താകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെക്കൻഡ് ലെഗിൽ 0-0 ആണെങ്കിൽ കൂടി ആ ഒരു മത്സരത്തിൽ ഒഡീഷയ്ക്ക് ഒറ്റ ഷോട്ടോ ടാർഗറ്റോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തെ പറ്റി വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് പലരും പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് രണ്ട് മത്സരമാണെങ്കിലും മുഴുവനായിട്ട് കാണാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി സംസാരിക്കാതെ പോയത്. പിന്നെ ഇങ്ങനെ എക്സ്ട്രാ ടൈമിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യ എവിടെ കിടക്കുന്നു, ഓസ്ട്രേലിയ എവിടെ കിടക്കുന്നു എന്നുള്ളത്. ഇപ്പം പലപ്പോഴും പല ആളുകളൊക്കെ പറയാറുണ്ട്, ഇപ്പം നമുക്ക് ലൊബേറെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നമ്മളുടെ നാഷണൽ ടീമിലൊക്കെ ഏത് ടീമിനോട് കളിച്ചാലും ഒക്കെ പെർഫോമൻസ് വരും എന്നുള്ളത്. നമുക്ക് നാഷണൽ ടീമിൽ എൻ്റെ ഒരു ലെവലിൽ നോക്കിയാൽ നമുക്കറിയാം, ഏഷ്യൻ കപ്പിലൊക്കെ നമ്മൾ ഓസ്ട്രേലിയക്കെതിരെ കളിച്ചിട്ടുള്ളതാണ്. സോ ഈ ഒരു ക്ലബ് ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും അതിനേക്കാൾ ഒരു മോശം റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു കാര്യം. മനസ്സിലാക്കുക, 6 വിദേശ താരങ്ങൾ അണിനിരന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യ ലെവലിൽ 2 മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാലും എന്നിട്ടും ഒരു കാര്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത്, വിച്ച് മീൻസ് ഇതാണ് ഫോറിൻ പ്ലേയേഴ്സിനെ കൊണ്ട് കളിച്ചാലും നമ്മളുടെ ഒരു ഇന്ത്യ ഓസ്ട്രേലിയ എന്ന് പറയുന്ന അതിൻ്റെ ഒരു അന്തരം എന്താണെന്നുള്ളത് വ്യക്തമാക്കുന്നു. സോ കോച്ചസിൻ്റെ അല്ലെങ്കിൽ ലൊബേറ വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോൾ എന്നുള്ളതല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞത് നമ്മുടെ അടിസ്ഥാന കാര്യങ്ങളിലുള്ള ചേഞ്ച് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരേണ്ടതെന്നുള്ളത് പ്രൂവ് ചെയ്യുന്നു ഈ ഒരു മത്സരങ്ങളുടെ റിസൾട്ടുകൾ. അടുത്തൊരു കാര്യം ഇന്ത്യയുടെ അണ്ടർ-23 ടീമുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ അണ്ടർ-23 ടീമിൻ്റെ ഒരു പ്രഖ്യാപനം നടത്തി നൗഷാദ് മൂസയാണ് കോച്ച്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഖത്തറിലൊരു പോയി കളിക്കുക എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഇരുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് മറിയുന്നു. അതായത് മലേഷ്യയിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. മലേഷ്യക്കെതിരെ തന്നെയാണ് 2 മത്സരങ്ങൾ അണ്ടർ-23 നടക്കാൻ പോകുന്നത്. 22-ാം തീയതി 25-ാം തീയതിയാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഈ ഒരു ടെലികാസ്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ സ്ട്രീമിംഗ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ കാണാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും മലേഷ്യയും എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് നോക്കി കാണേണ്ടതാണ്. അവരൊക്കെ സ്ഥിരമായിട്ട് ഈ ആസിയാൻ റീജിയനിലുള്ള ടീമുകളൊക്കെ സ്ഥിരമായിട്ട് മത്സരങ്ങൾ കളിക്കുന്നതാണ്. ഐ തിങ്ക് അവർ അണ്ടർ-23 ലെവലിലേക്ക് പ്രോഗ്രസ്സും ചെയ്തിട്ടുള്ളൊരു ടീമാണ്. അപ്പം എന്താണെങ്കിലും ഒരു നല്ലൊരു ഒപ്പോണൻസ് തന്നെ എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. സ്ട്രീമിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ മറ്റൊരു കാര്യം കൂടി പറയാം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം വരുന്നുണ്ടല്ലോ, 2 മത്സരങ്ങൾ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ്. അതിൽ എവേ മത്സരം ഫാൻഗോഡിൽ സ്ട്രീമിംഗ് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇനിയിപ്പം ഏത് TV ചാനൽ ഏത് വരുമെന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ ആ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പം അപ്ഡേറ്റ് ചെയ്യാം. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ വേഴ്സസ് ഇന്തോനേഷ്യ ഒരു സൗഹൃദ മത്സരത്തിനുള്ള സാധ്യതയ്ക്കൊരു അരങ്ങൊരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 70th ഡിപ്ലോമാറ്റിക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആനിവേഴ്സറിയുടെയൊക്കെ ഭാഗമായിട്ടാണ് ഈ 2 കൺട്രീസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ചർച്ച നടന്നു എന്നുള്ളതാണ്. നടന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഏഷ്യയിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും സജീവമായിട്ടുള്ള 2 ആരാധകരാണ് ഇന്ത്യയുടെ ആരാധകരും അതുപോലെ ഇന്തോനേഷ്യയുടെ ആരാധകരും. ഇന്തോനേഷ്യയുടെ ആരാധകർ അല്ലെങ്കിൽ തന്നെ ഭയങ്കര ഒരു ഫുട്ബോൾ ക്രേസി ആയിട്ടുള്ളൊരു ആരാധകർ തന്നെയാണ് ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ലെവലിലേക്കൊക്കെ വളർന്നു വരുന്ന ഒരു ഇതാണ്. പക്ഷേ ആ ഒരു പ്രസൻസ് 2 നല്ല പോപ്പുലേഷനുള്ള 2 കൺട്രീസിലെ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡേർബിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. നല്ലൊരു ക്ലാസിക് മത്സരങ്ങൾ, ആ റൈവലറി ഒക്കെ ഉണ്ടായാൽ വളരെ അടിപൊളിയായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ വളരെ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ്. അത് നടന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഇന്തോനേഷ്യ, ഇപ്പം തന്നെ അല്ല മുമ്പേ ഒരു ഇന്ത്യ ഇന്തോനേഷ്യ മത്സരം വേണമെന്നൊക്കെ ഞാൻ മനസ്സുകൊണ്ടൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഇനി നമുക്ക് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കുന്ന ടച്ച് ലൈനിലേക്ക് കടക്കാം. ടച്ച് ലൈനിൽ ഇഗോർ സ്റ്റിമാച്ചിൻ്റെ വാക്കുകളാണ്. മെയ് മാസത്തിൽ ISL അവസാനിക്കും. ക്ലബ് തലത്തിൽ ഫുട്ബോൾ ഉണ്ടാകില്ല. ഒരു നീണ്ട ക്യാമ്പിനായി എൻ്റെ കളിക്കാരെ ഞാൻ കൊണ്ടുവരും. കൊൽക്കത്തയിൽ കുവൈറ്റിനെതിരായ വളരെ പ്രധാനപ്പെട്ട മത്സരത്തിന് മുമ്പ് ഞങ്ങൾക്ക് വേണ്ടത് 4 ആഴ്ച ക്യാമ്പാണ്. ഞങ്ങളെ തടയില്ലെന്ന് എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആദ്യം ഹൈദരാബാദിലേക്ക് വെച്ച് മത്സരം നടക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ സ്റ്റിമാച്ചിൻ്റെയൊക്കെ ഇടപെടൽ കൊണ്ട് തന്നെ അത് കൊൽക്കത്തയിലേക്ക് വരുന്നു. കാരണം അദ്ദേഹത്തിന് അത്രയും ഫാൻസ് സപ്പോർട്ടൊക്കെ ആവശ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ISL തീരുന്നതുകൊണ്ട് തന്നെ ഒരു ലോങ് ക്യാമ്പ്
അദ്ദേഹം നേടിയെടുക്കും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അതാണ് ഇപ്പം കുവൈറ്റിനെതിരെ മാത്രമല്ല ഖത്തറിനെതിരെ മത്സരം നടക്കാൻ പോകുന്നുണ്ട്. അപ്പം ഈ 2 മത്സരങ്ങൾക്കായും ഒരു ലോങ് ക്യാമ്പ്, അതായത് 4 വീക്സ് എങ്കിലുള്ള ഒരു ക്യാമ്പ്. അപ്പം എപ്പോഴും നമുക്കറിയാം ലോങ് ക്യാമ്പ് കിട്ടുമ്പോൾ നാഷണൽ ടീം പെർഫോം ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും ഗുണകരമായി മാറും. കാരണം കുവൈറ്റിനെതിരെയൊക്കെയുള്ള മത്സരം ഉറപ്പായിട്ടും വിജയിക്കേണ്ട മത്സരമാണ്. അതുപോലെ അഫ്ഗാനിസ്ഥാൻ മത്സരമാണെങ്കിലും വിജയിക്കേണ്ട മത്സരമാണ്. നമുക്ക് ഒരു 2ാം സ്ഥാനത്ത് എത്തുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത റൗണ്ട് 3rd റൗണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലേക്കൊക്കെയുള്ള ഒരു പ്രോഗ്രഷൻ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഇനി നമ്മുടെ മച്ചാന്മാരുടെ കമൻറ്റുകൾ പരിശോധിക്കുന്ന സൈഡ് ബെഞ്ചിലേക്ക് കിടക്കാം. സൈഡ് ബെഞ്ചിൽ വന്നിട്ടുള്ള ഒരുപാട് കമൻറ്റുകളാണ് നമ്മുടെ ലൂണയുടെ കംബാക്കുമായി ബന്ധപ്പെട്ട്. ലൂണ ഈ ഒരു സീസണിൽ തിരിച്ചു വരുമോ, ഈ ലീഗ് സ്റ്റേജിൽ കളിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിലും പല വാർത്തകളൊക്കെ വരുന്നുണ്ട്. ലൂണ ഒരു പക്ഷേ ഈ ഒരു ലീഗ് തന്നെ കളിക്കാനുള്ള സാധ്യതകൾ, അവസാനത്തെ ചില മത്സരങ്ങൾ കളിക്കാനുള്ള സാധ്യതകളെയൊക്കെ പറ്റി ഇപ്പോൾ ഇന്നാണെങ്കിൽ പോലും ഇവാൻ വുക്കോവനോവിച്ചിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ലെസ്കോവിച്ചും ലൂണയും അത് ഇവാൻ വുക്കോവനോവിച്ച് ഒത്ത് നിൽക്കുന്ന ഒരു ചിത്രം കൊച്ചി സ്റ്റേഡിയത്തിൽ ഉള്ള ഒരു ചിത്രമൊക്കെ പങ്കുവച്ചിരുന്നു. അപ്പം ഇതും കൂടി കണ്ടതോടുകൂടി ആരാധകരൊക്കെ ഭയങ്കര ഇതിൽ എക്സൈറ്റഡ് ആയി കഴിഞ്ഞു. കാരണം ലൂണയുടെ ഒരു തിരിച്ചുവരവ് എന്നുള്ളത് ഐ തിങ്ക് ഈ സീസണിൽ അദ്ദേഹം കളിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് പ്ലേ ഓഫിലായിരിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ലൂണയും അത്തരത്തിലൊക്കെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ളൊരു സാധ്യതയാണുള്ളത്. അല്ലാണ്ട് റഷ് ചെയ്തിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് ഇവാൻ പോകാനുള്ള സാധ്യതയില്ല. കാരണം നമുക്ക് ഫ്യൂച്ചറിൽ വേണ്ട പ്ലെയർ തന്നെയാണ്. നമുക്കറിയാം ലൂണ എത്രത്തോളം പ്രധാനപ്പെട്ട താരമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു റഷ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയിലേക്കൊന്നും ഇവാൻ പോകില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു കോച്ചുമല്ല ഇവാൻ എന്നുള്ളതുമാണ്. അപ്പോൾ അദ്ദേഹം കംപ്ലീറ്റ്ലി ഫിറ്റായി കഴിഞ്ഞാൽ മാത്രമേ കളിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ പറഞ്ഞതുപോലെ ഒരു പ്ലേ ഓഫിനൊക്കെ ഉള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ഇനി എന്തെങ്കിലും മിറക്കിൾ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവസാനത്തെ ചില 1-2 മത്സരത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഒരു സബ് എന്ന നിലയിൽ പോലും വരുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഏത് താരമായിരിക്കും ഈ ഒരു സ്കോഡിൽ നിന്ന് ഫോറിനർ എന്ന നിലയിൽ ഔട്ടാകുക? പലരും ചോദിക്കുന്നുണ്ട് ഫെഡോർ പോകുമോ, ഫെഡോർ ഇപ്പോൾ ലിത്വേനിയയിലേക്ക് പോയിട്ടില്ലേ, കാരണം അവരുടെ ക്യാപ്റ്റനാണല്ലോ, അത് തിരിച്ചു വരത്തില്ലേ. അത് ഇൻ്റർനാഷണൽ ക്യാമ്പിൽ നമ്മുടെ പ്ലേയേഴ്സും പോയിട്ടുള്ളൂ, അതുപോലെ തന്നെ ഫെഡോറും പോയിട്ടുള്ളൂ. സോ ഫെഡോർ അതിനുശേഷം തിരിച്ചു വരും. മേ ബി ഐ തിങ്ക് ജസ്റ്റിനെ ആയിരിക്കും അപ്പം സ്കോഡിൽ നിന്ന് ഒഴിവാക്കുക. അപ്പം പലരും ചോദിക്കുന്നുണ്ട് ഒരു ട്രാൻസ്ഫർ ജാലകമല്ലല്ലോ അങ്ങനെ ഒഴിവാക്കുക. ഇതൊരു ട്രാൻസ്ഫർ ഒന്നും അല്ല. ലൂണ ഓൾറെഡി നമ്മുടെ പ്ലെയറാണ്, ജസ്റ്റിന് നമ്മുടെ പ്ലെയറാണ്. അപ്പം പ്ലെയർ രജിസ്ട്രേഷൻ ആണ് ഈ ഒരു സംഭവം. അപ്പം അത് എപ്പം വേണമെങ്കിലും ചെയ്യാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം ജസ്റ്റിനെ ആയിരിക്കും ഒഴിവാക്കാനുള്ള സാധ്യത. സോ ലൂണ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടീമിനൊരു എക്സ്ട്രാ ഒരു ബൂസ്റ്റ് തന്നെയാണ് എന്നുള്ളത് നമുക്ക് സംശയമില്ലാണ്ട് പറയാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ എയ്ബാൻ ദോഹ്ലിയും ഒരുപക്ഷെ പ്ലേ ഓഫ് സ്റ്റേജസിലേക്കൊക്കെ എത്തുമ്പോൾ തിരിച്ചു വരുമെന്നുള്ള ചില വാർത്തകളുണ്ട്. നമുക്ക് നോക്കാം, അതും വരും. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ കുറേ ഇഞ്ചറികളൊക്കെ മാറി നമ്മുടെ പ്ലേ ഓഫിലേക്ക് വരുന്ന സമയത്ത് ടീമൊക്കെ കുറച്ച് ശക്തിപ്പെടുത്തുന്ന ലെവലിലേക്കൊക്കെ വരും എന്നുള്ളൊരു കാര്യമാണുള്ളത്. സോ എല്ലാം നമുക്ക് നോക്കി കണ്ടറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പാടും കമ്പോസിറ്റർ സനിയാഫ്.